ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നന്ദ ഗൗതം പറയുന്നത് കേട്ട് തകർന്നിങ്ങനെ നിൽക്കുവാണ്. അപ്പം നന്ദയ്ക്ക് വാക്കുചാതുര്യമുള്ളത് കൊണ്ട് നന്ദ പിടിച്ചു നിൽക്കുന്നതാണെന്ന് പറഞ്ഞ് ഗൗതം നന്ദയെ നിഷ്കരണം തള്ളിക്കളയുന്ന രീതിയിൽ സംസാരിച്ചു. അത് കേട്ട നന്ദ തകർന്നിങ്ങനെ നിൽക്കുന്ന സമയം ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മുടെ പിങ്കിമോൾ അവിടെ വന്നിങ്ങനെ നിൽക്കുവാണ്. എന്തായാലും പണിയെടുത്തത് വെറുതെ ആയില്ല എന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലായി പിങ്കിക്ക്. പിങ്കി എന്നിട്ട് എന്ത് ചെയ്തു? ഈ നന്ദയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പുച്ഛഭാവത്തിൽ ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. നിനക്കിട്ടുള്ളത് വരുന്നുണ്ടടി, ഇത് വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്നുള്ളൊരിത്. നമ്മുടെ ഗൗതവും നന്ദയും തമ്മിൽ അടിയായി. അവർ തമ്മിൽ ആ ഒരു സംശയരോഗം പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി പിങ്കി ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ നേരെ നന്ദയുടെ അടുത്തേക്ക് ചെന്നു. നന്ദക്കരികിൽ ചെന്ന് നന്ദയെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ആശാത്തി നിൽക്കുമ്പോൾ നന്ദയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇതിനകത്ത് കളിച്ചിരിക്കുന്നത് ഇവള് തന്നെയാണെന്നുള്ള കാര്യം. അപ്പോൾ എന്നാലും ഗൗതം എന്താ പറഞ്ഞിട്ട് പോയത്? നന്ദേ, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മുടെ നന്ദ പറഞ്ഞു, പിങ്കി എന്നെ ഉപദേശിക്കാറായിട്ടില്ല എന്നുള്ളത്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതും. അങ്ങനത്തെ വലിയ ആള് കളിക്കാൻ ചെന്ന പിങ്കിക്കിട്ടുള്ള മുട്ടം പണിയും കൊടുത്ത് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോരുക. നന്ദയുടെ ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ നന്ദയുടെ മറുപടികൾക്കും മുന്നിൽ ഇങ്ങനെ വാ പൂട്ടി അവിടെ നിൽക്കാനേ പിങ്കിക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെ പിങ്കി മൊത്തത്തിൽ ചപ്പിളി ചെളിവിളിയായിപ്പോയി എന്ന് പറയില്ലേ, അതുപോലെ ആയിപ്പോയി. അങ്ങനെ എന്നാലും കലിപ്പ് തീരാതെ പിങ്കി അവിടെ നിൽക്കുവാട്ടോ. നന്ദയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം അടുത്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങ് പോകും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താൻ ആ ഒരു ഇതിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാനായിട്ട് നന്ദയ്ക്ക് കഴിയാത്തത് കൊണ്ട് നന്ദയെ ഡാൻസ് പ്രോഗ്രാമുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നന്ദ ആ ഒരു ഇതിൽ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തിരിഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ഗൗതമാണെന്നുണ്ടെങ്കിലോ ചിഞ്ചുമോളെ കാണാതായതിൻ്റെ ആ ഒരു ടെൻഷനിലാണ്. ചിഞ്ചുമോളുടെ ആ ഒരു അന്വേഷണം, അത് അതിൻ്റെ ഉത്തരവാദിത്വം അത് ഗൗതത്തിനായതുകൊണ്ട് ഗൗതവും ഗൗതത്തിൻ്റെ കീഴുദ്യോഗസ്ഥനും പരക്കം പായുക. അങ്ങനെ നടന്ന് അവസാനം മാധുരിയെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അങ്ങനെ മാധുരി പോലും പ്രതീക്ഷിക്കാതെ മാധുരിയുടെ മുന്നിൽ നമ്മുടെ ഗൗതം ചെന്ന് പ്രത്യക്ഷപ്പെടുന്നു. മാധുരി അവിടെ നിന്നൊക്കെ മാറി താമസിക്കുകയായിരുന്നു. അങ്ങനെ ഒരിടത്ത് പോയിട്ട് വന്ന നമ്മുടെ മാധുരിയെ പെട്ടെന്ന് ഗൗതമൊക്കെ കൂടെ ചേർന്ന് കണ്ടുപിടിക്കായിരുന്നു. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ മാധുരി ഒന്ന് ഞെട്ടി. മാധുരി എവിടെ പോയിട്ട് വരികയാണെന്നൊക്കെ ഉള്ള ഒരു ഇതിലൊക്കെ ചോദിച്ചു. മാധുരിയെ തേടി ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പം അടുത്താണ് മാധുരി ഇവിടെയാണ് താമസമെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്താണ് മാധുരി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിശേഷങ്ങളൊക്കെ നമ്മുടെ ഗൗതം ചോദിക്കാം. പിന്നെ ചിഞ്ചുമോളെ കാണാതായതിൻ്റെ, ചിഞ്ചുമോളുടെ കിഡ്നാപ്പിംഗ് സംബന്ധിച്ച് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കേസ് അന്വേഷിക്കുന്നത് ഞാനാണെന്നും അതുകൊണ്ട് തന്നെ മാധുരിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക ഗൗതം. അതിനെല്ലാം മാധുരി സത്യസന്ധമായ രീതിയിലാണ് മറുപടി തരികയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മനസ്സിലായല്ലോ, ചോദിക്കുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി പറയില്ലേ? പറയണം. ചിഞ്ചുമോൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ചിഞ്ചുമോളുടെ അപ്പോൾ ഗൗതം ചോദിച്ചു, ചിഞ്ചുമോൾ ശരിക്കും ആരാണെന്ന്. ചിഞ്ചുമോളുടെ പാരൻസ് ആരാണെന്ന് സാർ ചോദിച്ചതെന്നും പറഞ്ഞു. കീഴുദ്യോഗസ്ഥൻ പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇതിനൊന്നും ഉത്തരം പറയാൻ കഴിയാതെ കണ്ണിട്ട് പഠിപ്പിച്ച് നമ്മുടെ മാധുരി അവിടെ നിൽക്കുക. മാധുരിക്ക് ആകെ ടെൻഷനായി, മാധുരിക്ക് പേടിയായി. പക്ഷെ മാധുരിയുടെ മുഖത്ത് മിന്നി മറയുന്ന ഓരോ ഭാവങ്ങളും അത് നമ്മുടെ ഗൗതം കൃത്യമായി വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൗതത്തിൻ്റെ ആ ഒരു ഇതിൽ നമ്മുടെ മാധുരി പെട്ടു എന്ന് തന്നെ പറയാം. മാധുരിക്ക് എന്താണെങ്കിലും ഞങ്ങളോട് സത്യം തുറന്നു പറയാം. ഞങ്ങൾ കാരണം മാധുരിക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല. കാരണം ചിഞ്ചുമോളെ കാണാതായിരിക്കുന്നത് വളരെ വളരെ വലിയ കാര്യമാണ്. ചിഞ്ചുമോളെ കണ്ടെത്തേണ്ടത് അതിനേക്കാളും വലിയ ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിഞ്ചുമോൾ ഒരു സുഖമില്ലാത്ത കുട്ടിയല്ലേ. അപ്പോൾ ഏത് അവസ്ഥയിലാണ് ആ കുട്ടി കഴിയുന്നതെന്നൊന്നും നമുക്കത് ഊഹിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ചിഞ്ചുമോളെ കണ്ടെത്താനുള്ള അവസാന വഴിയാണ് മാധുരി ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഇങ്ങനെ മാധുരിയോട് പറഞ്ഞു. അപ്പോൾ ഗൗതം കുറേയൊക്കെ പറഞ്ഞിട്ടൊന്നും മാധുരി കേൾക്കുന്നില്ല. മാധുരിയുടെ കാല് പിടിക്കുന്നത് പോലെ സംസാരിക്കുകയാണ് ഗൗതം. അപ്പോൾ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന് ദേഷ്യം വരുന്നുണ്ട്. അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ മാധുരിയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകുന്നുള്ള രീതിയിൽ നമ്മുടെ ഗൗതം പറഞ്ഞു, മാധുരി നമ്മളോട് സത്യം പറയുമെന്ന്. അവസാനം മാധുരിയോട് ചിഞ്ചുമോൾ ആരാണ്, ചിഞ്ചുമോളുടെ അച്ഛനും അമ്മയും ആരാണ്, ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇവർ. അപ്പോൾ നമ്മുടെ മാധുരി ഗതി കെട്ട് പറഞ്ഞു, ഒരിക്കലും ചിഞ്ചുമോളെ ദത്തെടുത്തതല്ല വസന്തേട്ടൻ, പക്ഷേ സാഹചര്യങ്ങൾ ഒരുപാടായിരുന്നു സർ. ആ ഒരു സാഹചര്യങ്ങളുടെ ഇതും കൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയതാണ് എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ മാധുരി പറയാം. എന്ത് സാഹചര്യങ്ങൾ? ദത്തെടുത്തതല്ലെങ്കിൽ വസന്തൻ്റെ സ്വന്തം മോളാണോ ഈ ചിഞ്ചുമോളെന്ന് ചോദിച്ചപ്പം സ്വന്തം മോള് തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം ഞെട്ടിപ്പോയി. ഗൗതം പോലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു അവിടെ സംഭവിച്ചത്. അങ്ങനെ ഗൗതം
ആ ഒരു വലിയ സത്യത്തിലേക്ക് അടുക്കുന്നു. ചിഞ്ചുമോള് പ്രിയയുടെ മകളാണ് എന്നുള്ളൊരിതിൽ. അപ്പോൾ അവിടെ ആ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്നു. എന്തായാലും മാധുരിയിൽ നിന്ന് കുറേ സത്യങ്ങളൊക്കെ ഗൗതത്തിന് പിടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ നമ്മുടെ ചിഞ്ചുമോളെ നാളുകൾക്ക് ശേഷം കാണിക്കുക. ചിഞ്ചുമോൾ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വസന്ത് ചിഞ്ചുമോളെ രക്ഷിച്ച് ചിഞ്ചുമോൾക്ക് താങ്ങായും തണലായും കാവലായും ഇങ്ങനെ ഇരിക്കുന്നു. അച്ഛൻ മകളെ പൊന്നുപോലെയാണ് നോക്കുന്നത്. എന്തായാലും നമ്മുടെ ചിഞ്ചുമോൾ ഇപ്പോൾ ഹാപ്പിയാണ്, ഓക്കെയാണ്. ചിഞ്ചുമോൾക്ക് കുഴപ്പമൊന്നുമില്ല. ചിഞ്ചുമോളെ അന്ന് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെവി അറിയാതെ നമ്മുടെ വസന്ത് കൊണ്ടുപോയതായിരുന്നു ചിഞ്ചുമോളെ. അപ്പോൾ മറ്റാരോ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളൊരിതിൽ വരുമ്പോൾ പെട്ടെന്ന് ഈ ഒരു വഴിയിൽ ആരും ചിന്തിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് എന്തായാലും നമ്മുടെ വസന്ത് നല്ല പ്ലാൻഡായിട്ട് കാര്യങ്ങളങ്ങ് നീക്കി. കുഞ്ഞിനെ ഹൈദരാബാദിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷനും നടത്തി. കുഞ്ഞ് നല്ല പെർഫെക്റ്റായി, ഓക്കെ ആയി. അങ്ങനെ കുഞ്ഞിൻ്റെ അസുഖമൊക്കെ മാറി ആ ഒരു ഇതിൽ അച്ഛനും മോളും അവിടെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അത് മാധുരിക്ക് മാത്രമേ അറിയത്തുള്ളൂ, മറ്റാർക്കും അറിയുകയില്ല. എന്തായാലും ആങ്ങളെയും പെങ്ങളും ചേർന്ന് മകളെ സുരക്ഷിതയാക്കിയെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ ചിഞ്ചുമോൾ വളരെ ഓക്കെ ആയി. രോഗത്തിൽ നിന്നൊക്കെ ആ ഒരു ഇതൊക്കെ മാറി, എല്ലാം റെഡിയായി. അങ്ങനെ അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നന്ദ കോളേജിൽ ഇന്നാണ് പ്രോഗ്രാം. അതിന് വേണ്ടിയിട്ട് റെഡിയാകുന്നു. കൂട്ടുകാരികളൊക്കെ ചേർന്ന് നമ്മുടെ നന്ദയെ റെഡിയാക്കുന്നു. അങ്ങനെ നല്ല സുന്ദരിയായിട്ട് നമ്മുടെ നന്ദ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം കൂട്ടുകാരികൾ പറഞ്ഞു മിഥുൻ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെയുള്ള കാര്യമൊക്കെ അവർ വന്ന് നന്ദയോട് പറയുമ്പോൾ മിഥുൻ ഇതുവരെ വന്നിട്ടില്ലേ, അതെന്താ ടൈം ആകാറായല്ലോ, എന്ത് ഈ മിഥുൻ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുക. എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരികൾ കൂടെ നിൽക്കുന്നു. നന്ദ വേഗം തന്നെ ഫോൺ എടുത്ത് മിഥുനെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഈ സമയം മിഥുൻ വലിയൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. മിഥുൻ ഇങ്ങനെ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാരൻ മിഥുനെ വഴിയിൽ തടഞ്ഞു നിർത്തി. അപ്പോൾ മിഥുനെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താ സാർ എന്നൊക്കെ മിഥുൻ കുറേ ചോദിച്ചു. പക്ഷെ അതിനൊന്നും ഉള്ളൊരു ഉത്തരം പോലീസുകാർ കൊടുത്തില്ല. താനിങ്ങ് വരാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക ചെയ്തത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അപ്പോഴും മിഥുന് കാര്യങ്ങൾ അറിയില്ല. പക്ഷേ പോലീസുകാർ മിഥുനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. മിഥുൻ എന്തോ ഒരു വലിയൊരു തെറ്റ് ചെയ്തൊരു ക്രിമിനലാണെന്നുള്ള രീതിയിൽ തന്നെ അവിടെ അവർ മിഥുൻ്റെ തലയിൽ ഓരോ കാര്യങ്ങൾ കെട്ടിവെച്ചെന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ്. പക്ഷെ മിഥുൻ പറയുന്നുണ്ട്, സാറ് ഞാനിതൊന്നും അറിഞ്ഞതല്ല, സാറ് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ ഒന്നിൻ്റെയും പുറകെ പോയിട്ടില്ല, ഞങ്ങൾക്കിന്ന് കോളേജിൽ ഇങ്ങനെ പ്രോഗ്രാം ഉള്ളതാണ്, അവിടേക്ക് പോവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിൻ്റെ ഒരു പ്രോഗ്രാം എല്ലാം കാട്ടിക്കൂട്ടി വെച്ചിട്ട് നിനക്ക് പ്രോഗ്രാം കളിച്ച് നടന്നാൽ മതിയല്ലോ അല്ലോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പം മിഥുൻ ശരിക്കും പെട്ടു. അപ്പോൾ നമ്മുടെ നന്ദയെ ചതിക്കാനായിട്ട് ഇറക്കിയ ആയുധമായി മിഥുനെ കാണാമെന്ന് അവരെല്ലാവരും വിചാരിച്ചെങ്കിലും മിഥുൻ 8 നിലയിൽ പൊട്ടി പോലീസ് സ്റ്റേഷനിലായി. ഈ സമയത്ത് നമ്മുടെ നന്ദയാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ടൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നന്ദ അവിടെ വിഷമിച്ചിരിക്കുക. പെട്ടെന്നാണ് പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യം നമ്മുടെ നന്ദ അറിയുന്നത്. അപ്പം നന്ദ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷനായി. എന്തിനാണ് ഇയാളെ പോലീസ് പിടിച്ചതെന്നുള്ള കാര്യം അറിയണമല്ലോ, അത് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമും മുടങ്ങാൻ പാടില്ല. നമ്മുടെ നന്ദയാണെങ്കിൽ ആകെ പെട്ട് നിൽക്കും. ആ ഒരു വേഷം, അതായത് ഡാൻസിൻ്റെ വേഷത്തിൽ തന്നെ നന്ദ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് തുടങ്ങണം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വെപ്രാളം കൂടി നന്ദ അതിനകത്തോട് ഓടുക. ഇയാൾക്ക് എന്താ പറ്റിയത്, അല്ലെങ്കിൽ ഇയാളെ എന്തിനാ പോലീസ് പിടിച്ചത് എന്നറിയാനായിട്ട്. അങ്ങനെ നന്ദ വെപ്രാളം കൂട്ടി ഓടി അടുത്തേക്ക് ചെന്നപ്പം ശരിയാ, മിഥുനെ പോലീസ് പിടിച്ചിരിക്കുന്നു. മിഥുൻ അവിടെ നിൽപ്പുണ്ട്. പെട്ടെന്ന് എന്താ മിഥുൻ, അപ്പം നന്ദയെ കണ്ടപ്പോഴത്തേക്കും മിഥുനും ഭയങ്കര ഒരു ഇത് വേഗം ഓടി ചെന്നിട്ട് എന്താ മിഥുൻ, എന്താ പറ്റിയേ, എന്താ കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല നന്ദ, എന്നെ ഇവരിവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് നന്ദ ചോദിച്ചു, സർ എന്താ സാർ മിഥുൻ്റെ പേരിലുള്ള കേസ് എന്താണ്, മിഥുൻ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പം ഇതുപോലെ ഒരുത്തിന് വേണ്ടി മേഡം എന്തിനാ ഓടി കതച്ചു ഇങ്ങോട്ട് വന്നത് എന്ന് അവിടുത്തെ ആ ഒരു സാർ ചോദിച്ചു. അപ്പം ഞങ്ങൾക്കിന്ന് കോളേജിൽ പ്രോഗ്രാം ഉള്ളതാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദ പറഞ്ഞു. എന്നിട്ട് ഇയാളെ വിടണമെന്ന് പറഞ്ഞു. ഒരിക്കലും പറ്റില്ല, അങ്ങനെയൊന്നും ഒരു ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ നമ്മുടെ നന്ദയെ കൈയൊഴിഞ്ഞു. എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ മിഥുൻ ഇതിനകത്ത് തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും നന്ദയെ ചതിക്കാൻ, ഇന്നത്തെ ദിവസം നന്ദയെ ചതിക്കാൻ പ്ലാൻ ഇട്ടിരുന്നവർക്ക് പണി പാലുമള്ളത്തിലാണ് കിട്ടിയത്. മിഥുൻ പോലീസ് സ്റ്റേഷനിലായതോടുകൂടി അവരുടെ പ്ലാനൊന്നും നടക്കില്ലല്ലോ. എന്തായാലും നമ്മുടെ നന്ദ മിഥുനെ ഇറക്കാനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന ഗൗതം ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയുമായിട്ട് മുട്ടനോട്ടക്ക് വയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ നന്ദ രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നു. നന്ദയെ
നന്ദയെ ദ്രോഹിക്കുന്ന ശത്രുക്കളെയൊക്കെ മലർത്തിയടിക്കാൻ എന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഫേസ് ഇട്ട് ചെയ്യുന്ന വീഡിയോസ് ഇപ്പോൾ താല്പര്യമില്ല എന്നറിയാം. പക്ഷേ ഫേസ് ഇട്ട് ചെയ്യാനേ ഇപ്പോൾ നിർവാഹമുള്ളൂ. കാരണം കോപ്പിറൈറ്റ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരുടെയും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്